ഞാനെപ്പോഴും ഹാബിറ്റിനെ കുറിച്ച് കുറേ റിസർച്ച് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, വായിച്ചിട്ട് മനസ്സിലായി ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വലിയതാക്കുന്നു, ഒപ്പം തന്നെ ഒന്നും അല്ലാതാക്കി തീർക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹാബിറ്റ് ഈസ് ദ ഫൗണ്ടിങ് സ്റ്റോൺ ഓഫ് സക്സസ്, അല്ലെങ്കിൽ ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയും. ഒരാളെ ജീവിതത്തെ മാറ്റാൻ തന്നെ ശരിക്കും ഹാബിറ്റുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ല പണ്ട് ഈ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ശരിക്കും ഹാബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അത്രയും വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാബിറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയും എങ്ങനെ നിങ്ങളൊരു ചോദിച്ച ചോദ്യമാണ് എങ്ങനെ പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ തെറ്റായ ഹാബിറ്റിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട്, എനിക്കിങ്ങനെ നന്നാവുന്നൊക്കെ ആഗ്രഹമുണ്ട്, മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ പറയുന്ന ഗ്രോത്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ചിലർ പറയും ഞങ്ങൾക്ക് ഒരു നെഗറ്റീവായ ഹാബിറ്റ് ഉണ്ട്, ഇപ്പോൾ പുക വലിക്കുക, മദ്യപിക്കുക, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യുക. ഇതൊക്കെ മനുഷ്യർക്ക് ആഗ്രഹമുള്ള കാര്യം, പക്ഷേ പലർക്കും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാക്ക് മാത്രമല്ല, ശീലം എന്ന് പറയുന്നത് സയൻസ് കൂടിയാണ്. ശരിക്കും ഈ സയൻസ് മനസ്സിലാക്കി നമുക്ക് ഏത് ഹാബിറ്റും ഉണ്ടാക്കാൻ പറ്റും, ഒപ്പം തെറ്റായ ഹാബിറ്റിനെയും കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തെ മൊത്തം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ഹാബിറ്റുകൾ മാറ്റുക. ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പ്രോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസൊക്കെ പ്രോഗ്രാം ചെയ്യും. ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വേണ്ട റിസൾട്ട് അതുണ്ടാകുകയാണ്. അതുപോലെ തന്നെയാണ് ഹാബിറ്റ്. ഈ ഹാബിറ്റിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പല ആൾക്കാരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റെവല്യൂഷണറൈസ് ചെയ്ത പുസ്തകമാണ് ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ചാൾസ് ഡുഹിഗിൻ്റെ ദ പവർ ഓഫ് ഹാബിറ്റ്. അതുപോലെ മിനി ഹാബിറ്റ്സ്, ടൈനി ഹാബിറ്റ്സ്, സ്റ്റീഫൻ ഗേസും അതുപോലെ FJ ഫോക്ക് എഴുതിയ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ഈ പുസ്തകത്തിലെല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങിയാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ അധികം പ്രവർത്തിക്കുന്ന കുട്ടികളുടെ, പക്ഷേ എനിക്ക് വരുന്ന ക്ലയൻസ് അധികവും മുതിർന്ന ആളുകളാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പിള്ളേരുടെ പ്രവർത്തിക്കാനാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹാബിറ്റുകൾ തുടരെ ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആൾക്കാർ പറയും എത്ര നേരത്തെ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കുമോ അത്രയും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വിവേകാനന്ദ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു 10 പിള്ളേരെ തരൂ, ഞാൻ ലോകത്തെ മാറ്റിമറിക്കാമെന്നുള്ളത്. ശരിക്കും അതിശയോക്തിയുള്ള കാര്യമല്ല അത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ സാധിച്ച് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ശരിക്കും ഈ ജീവിതത്തിൽ ശീലങ്ങൾ മാറ്റിയെടുത്താൽ തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വലിയ സക്സസ്സിലേക്ക് മാറും അല്ലേ യഥാർത്ഥത്തിൽ. പക്ഷേ പലപ്പോഴും നമ്മൾ അടുത്ത ദിവസം എൻ്റെ ഈ ശീലം മാറ്റണമെന്ന് തീരുമാനിക്കുകയും പക്ഷെ ആ സമയത്ത് സാധ്യമാകാതെ വരികയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയാണ് പലപ്പോഴും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടല്ല, എൻ്റെ ശീലങ്ങൾ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് സമർത്ഥമായിട്ട് നേരിടാൻ പറ്റും എന്നുള്ളതൊരു സംശയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹാബിറ്റ് മാറ്റിയ ജീവിതം മാറ്റാൻ പറ്റും എന്നുള്ളത്. ഒപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല. പല സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബർത്ത്ഡേ റെസൊല്യൂഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ന്യൂ ഇയർ ആകുമ്പോൾ ആൾക്കാർ തീരുമാനം എടുക്കും, അതല്ലെങ്കിൽ ബർത്ത്ഡേക്ക് തീരുമാനം എടുക്കും. എൻ്റെ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര പുസ്തകം വായിക്കണം, ഇത്ര ജോലി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്രയും രൂപ പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ തീരുമാനിക്കും. ഈ സ്റ്റഡീസ് പറയുന്നത് ഈ തീരുമാനമെടുക്കുന്നതിൽ 90% ആൾക്കാരും ഇത് അച്ചീവ് ചെയ്യാറില്ല. ഒരു പകുതി ആൾക്കാരും ജനുവരി തീരുമാനമെടുത്താണെങ്കിൽ ജനുവരി ഫെബ്രുവരി ആദ്യമാകുമ്പോഴത്തേക്കും അവരവരുടെ തീരുമാനത്തെ മറന്നു പോകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. നിങ്ങളിതിന് എഴുതി വയ്ക്കുക എന്ന് വിചാരിക്കുക. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് എഴുതി വയ്ക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ 45% ആളുകൾക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജേർണലിംഗ് എന്ന് പറയാം, റിഫ്ലക്റ്റിംഗ് എന്ന് പറയാം. ഇതും ഒരു ഹാബിറ്റ് തന്നെയാണ്. 45% ആളുകൾ എഴുതി വയ്ക്കുന്നു, അല്ലെങ്കിൽ എഴുതി വെച്ചവരിൽ 40% ആൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു പറയുമ്പോൾ ഈ ജേർണലിംഗ് എന്ന് പറയുന്ന ഹാബിറ്റാണ് അവരുടെ ജീവിതത്തെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അതായത് മാറ്റണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഓർമ്മയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യത്തെ പവർ ഓഫ് 5 എന്ന പുസ്തകമുണ്ട്. പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആൾക്കാരാണ് ജാപ്പാനീസിലെ ഓക്കിനാവ ഐലൻഡിലുള്ള ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഇക്കിഗായ് എന്ന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഓക്കിനാവ ഐലൻഡിലെ ആൾക്കാരാണ് ഇക്കിഗായ് ഫോളോ ചെയ്യുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആളുകളാണ് ലോകത്ത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ 100 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ബീച്ചുകൾ ജോഗ് ചെയ്യുന്നതും സന്തോഷം സംസാരിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നെന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഇക്കിഗായ് എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് ഞാൻ എന്തിന് രാവിലെ എഴുന്നേൽക്കണം.
ഇപ്പോൾ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു നൈറ്റിംഗേലിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതിനകത്ത് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകേണ്ടതെന്ന്, എന്തിനാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്? അപ്പം അതിനകത്ത് 90% ആൾക്കാർക്കും ഉത്തരമില്ല. ഈ ഒക്കിനാവ ഐലൻഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആൾക്കാർ അവരോട് ചോദിച്ചത് എന്തിന് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാരണമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ വൈ എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ഹാബിറ്റിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ കുറേ ഗോൾസിനെ കുറിച്ച് പറയുകയാണ്. ശരിക്കും എന്തിനാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്, ഞാൻ എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ആദ്യം ഈ വൈയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തിന് ഞാൻ ഈ കാര്യം ചെയ്യണം? അല്ലാതെ ചിലപ്പോൾ ചില ആൾക്കാർ എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റവൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവനെ മറികടക്കണം, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം വന്നു അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വൈരാഗ്യം തീർക്കണം, അസൂയ, ഇങ്ങനെയൊന്നും അല്ല ഒരു കാര്യത്തെ കാണേണ്ടത്. അപ്പോൾ ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ കീസ്റ്റോൺ ഹാബിറ്റ് എന്ന് ഞാൻ പറയുന്നതല്ല. അപ്പോൾ ജെയിംസ് ക്ലിയർ ആണെങ്കിലും ചാൾസ് ഡുഹിഗ് ആണെങ്കിലും പുസ്തകത്തിൽ കീസ്റ്റോൺ ഹാബിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഈ കീസ്റ്റോൺ ഹാബിറ്റാണ് ഏറ്റവും വലിയ ആളാക്കുന്നതും ഏറ്റവും താഴത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കുക, നമ്മളൊരു കെട്ടിടം പണിയാൻ പോവാണ്. കെട്ടിടം പണിയുമ്പോൾ പലരും ചിലപ്പോൾ ഒരു നില പണിയാനായിട്ട് ആഗ്രഹിക്കും. ചിലർ പണിയുമ്പോൾ തന്നെ വിചാരിക്കും ഓക്കെ ഒരു 10 നില കെട്ടിടം പണിയാം. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആക്കി മാറ്റും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് കീസ്റ്റോൺ ഹാബിറ്റ്. ഏതെല്ലാം ഹാബിറ്റുകളാണോ ഞാൻ പിന്തുടരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ എന്താ ലക്ഷ്യം കാണുന്നത്, എൻ്റെ പർപ്പസ് എന്താണ്. ഇപ്പോൾ ഒരു കുറേ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യനേക്ക് നടന്നുപോയി. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വേറെ പറഞ്ഞു, ഞാൻ ഇഷ്ടി നേരത്തെ നിങ്ങൾക്ക് കാണാൻ പാടില്ലേ. വേറെ ആൾ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, ഞാനൊരു കെട്ടിടം പണിയുക എന്ന് പറഞ്ഞു. മൂന്നാമത് ആൾ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, ഐ ആം ബിൽഡിങ് ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന് വേണ്ടി ആലയം പണിയാണ്. ഇപ്പോൾ 3 പേരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്. എനിക്ക് നിങ്ങൾ കണ്ടറിഞ്ഞൂടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടറിഞ്ഞൂടെ എന്ന് ചോദിച്ച ആളെ എന്താണ്, മറ്റേ കെട്ടിടം പണിയാന്ന് പറഞ്ഞ ആളെന്താണ്, ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലയം പണിയാന്ന് പറഞ്ഞ ആളെന്താണ്. ഈ പർപ്പസാണ് നമ്മുടെ ഹാബിറ്റിൻ്റെ എഫക്റ്റീവ്നെസ് തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ ഈ പർപ്പസ് കണ്ടുകൊണ്ടാണ് കീസ്റ്റോൺ ഹാബിറ്റ് ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഹാബിറ്റ് ബോത്ത് ഡിസ്ട്രക്ട്സ് ആസ് വെൽ ആസ് ബിൽഡ് ഓർ ബ്രേക്ക്. നല്ല ഹാബിറ്റുകൾ നമ്മളെ വലിയ ആൾക്കാരാക്കും, ചീത്ത ഹാബിറ്റുകൾ നമ്മളെ മോശക്കാരാക്കും. പലപ്പോഴും ചീത്ത ഹാബിറ്റുകൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ അഡൾട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ അസൂയയായിരിക്കാം. ഇവ ടോക്സിക് ആയിട്ടുള്ള 8 ഹാബിറ്റ്സും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഏതെങ്കിലും ഹാബിറ്റുകൾ നമ്മൾ തുടർച്ചയായി പിന്തുടർന്ന് വരുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ക്യാൻസർ ആയിട്ടുള്ള ഹാബിറ്റ്സിനെ മാറ്റുക നമ്മുടെ കീസ്റ്റോൺ ഹാബിറ്റ് ആണെങ്കിൽ. ഈ ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പൊതുവെ സ്കൂളിലൊക്കെ നമ്മളോട് പറയാറുണ്ട് തോട്ട്സ് ബിക്കം ആക്ഷൻസ്, ആക്ഷൻ ബിക്കം ഹാബിറ്റ്സ് ബിക്കം ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി എന്ന് പറയാറുണ്ട്. ശരിക്കും ഇതിനകത്ത് തോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വന്നു പോകുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ള ആക്ഷൻ പാർട്ടും ഹാബിറ്റ് പാർട്ടും അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഹാബിറ്റുകൾ തുടരെ, അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീനുകൾ തുടരെ ചെയ്തു വരുമ്പോഴാണ് ഹാബിറ്റായി മാറുന്നത്. ഒരു ഹാബിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്.